ഓക്കെ, നമുക്ക് തുടങ്ങാം കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഡ്യൂക്കേഷണൽ ബോഡീസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ആ ബോഡീസും അതേപോലെ അതിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ UGCന്റെ പാർട്ടിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് കേട്ടോ. അത് ഇങ്ങനെ കുറച്ചധികം ആൾക്കാരെ പേരുള്ളതുകൊണ്ടാണ് ഇന്നലെ പറയാഞ്ഞത്. നമുക്ക് ഇന്ന് അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ചെയർപേഴ്സൺസ് ഓഫ് UGC ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ക്രോണോളജിക്കൽ ഓർഡറിൽ. അപ്പൊ നമുക്ക് ഇതുവരെ ഉള്ള UGCന്റെ ചെയർപേഴ്സൺസിനെ നോക്കാം. സൗണ്ട് കുറവുണ്ടോ? ചാൻസ് ഇല്ലല്ലോ. എല്ലാവർക്കും എങ്ങനെയാണെന്നൊന്ന് പറയോ? സൗണ്ട് കുറവുണ്ടോ? ഓക്കെ, എന്നാ അശ്വതി ഒന്ന് ഇറങ്ങി കയറി നോക്കൂട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് UGCന്റെ ചെയർപേഴ്സൺസ് നോക്കാം. UGC ആദ്യമായിട്ട് 1953 ജസ്റ്റ് ഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 1956 അത് എന്താ പറയാ ഒരു ഫുൾ ഫോമിലായിട്ട് വന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾ ചെയർപേഴ്സൺസ് നോക്കുമ്പോൾ നമുക്ക് 53 മുതൽ തന്നെ നോക്കാം കേട്ടോ. UGCന്റെ ഇയർ പൊതുവെ നമ്മൾ പറയാറുള്ളത് 1956 കേട്ടോ. വളരെ റെയർ ആയിട്ടാ ക്വസ്റ്റ്യനിലും 1953 എന്ന് കണ്ടിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ UGCന്റെ ഫസ്റ്റ് ചെയർപേഴ്സൺ ഡോക്ടർ ശാന്തി സ്വരൂപ് ഭട്നാഗർ ആണ്. 1953 മുതൽ 55 വരെയായിരുന്നു അദ്ദേഹം. അടുത്തയാള് ഹുമയൂൺ കബീർ ആണ്. 55 മുതൽ 56 വരെ. അടുത്തയാള് ഹൃദയനാഥ് കുഞ്ചു 56 ആ ഒരു ഇയറിൽ തന്നെയാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. കുറെ കാലം ഉണ്ടായിട്ടില്ല. പിന്നെ അടുത്തയാളാണ് CD ദേശ്മുഖ്. 1956 ടു 1961 ആണ്. നെക്സ്റ്റ് ഡോക്ടർ VS കൃഷ്ണ 61 തന്നെ ആയിരുന്നു. പിന്നെ അടുത്തത് നമ്മൾ കോത്താരി കമ്മീഷന്റെ ഡോക്ടർ DS കോത്താരി 61 മുതൽ 73 വരെ ഉണ്ടായിരുന്നു. അടുത്തതാണ് ഡോക്ടർ ജോർജ് ജേക്കബ് 73 മുതൽ 74 വരെ. പിന്നെ പ്രൊഫസർ സതീഷ് ചന്ദ്ര 76 മുതൽ 81 വരെ. അടുത്തയാള് ഡോക്ടർ മാധുരി R ഷാ 1981 മുതൽ 86 വരെ ആയിരുന്നു. അടുത്തയാളാണ് പ്രൊഫസർ യശ്പാൽ 1986 മുതൽ 1991 വരെ ആയിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോ ഇത് ഫസ്റ്റത്തെ 10 ആൾക്കാരാണ്. ഇനി നമുക്ക് അടുത്ത 10 ആൾക്കാരെ നോക്കാം. ടോട്ടല് ഇപ്പോ വരെ 20 ചെയർപേഴ്സൺസ് ഉണ്ട് കേട്ടോ. ഇനി അടുത്തതാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് 1991 പിന്നീട് G റാം റെഡ്ഡി 91 മുതൽ 95 വരെ ഉണ്ടായിരുന്നു. അടുത്തയാളാണ് ഡോക്ടർ R മൈതി S ദേശായ് 95 മുതൽ 99 വരെ. പിന്നെ ഡോക്ടർ ഹരി പ്രതാപ് ഗൗതം 99 മുതൽ 2002 വരെ ആയിരുന്നു. അടുത്തയാളാണ് അരുൺ S നിഗാവേക്കർ 2002 മുതൽ 2005 വരെ. അടുത്തയാള് സുഖദോ തോററ്റ് 2006 മുതൽ 2011 വരെ ആയിരുന്നു. പിന്നെ വേദ് പ്രകാശ് 2013 മുതൽ 17 വരെ. അടുത്തയാള് DP സിംഗ് ആണ് 2018 മുതൽ 21 വരെ. പിന്നെ നമുക്ക് മേ ബി പരിചയം ഉണ്ടായിരിക്കും 2025 വരെ, 22 മുതൽ 25 വരെ മമിതാല ജഗദേഷ് കുമാർ ആയിരുന്നു. ഇപ്പോ ഉള്ളത്, അതായത് 2025 ഏപ്രിൽ മുതൽ ഇപ്പോ ഉള്ള UGCന്റെ ചെയർപേഴ്സൺ എന്ന് വെച്ചാല് ഡോക്ടർ വിനീത് ജോഷി ആണ് കേട്ടോ. ഓക്കെ ഓക്കെ ആണോ? ഒന്ന് മനസ്സിൽ സെറ്റ് ചെയ്തിട്ട് പോവാട്ടോ. ഓർഡർ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയാലോ? ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. UGC ചെയർപേഴ്സൺസിനെ ക്രോണോളജിക്കൽ ഓർഡറിൽ ആക്കാനാണ്. അത് നമ്മൾ ഓർഡർ പറഞ്ഞല്ലോ. അതിന്റെ ജസ്റ്റ് ഒന്ന് ഇപ്പം ഇയറുകളൊക്കെ വളരെ സ്പെസിഫിക് ആയിട്ട് പഠിക്കണം അങ്ങനെയല്ല, ജസ്റ്റ് ഒരു ഓർഡർ മനസ്സിലാക്കി വെച്ചാൽ മതി. നമ്മള് ഇതുവരെ വന്നിട്ടുള്ള ഒരു ലെവലിലാണ് കേട്ടോ പറയണത്. ഓക്കെ, അപ്പോ ഇതില് R മൈതി S ദേശായി ഉണ്ട്, G റാം റെഡ്ഡി ഉണ്ട്, മൻമോഹൻ സിംഗ് ഉണ്ട്, യശ്പാൽ ഉണ്ട്, മാധുരി R ഷായു ഉണ്ട്. A ഉണ്ട്, B ഉണ്ട്, D ഉണ്ട്. ഫസ്റ്റ് ആരെയാ നമ്മൾ പറഞ്ഞത് എന്ന് ആലോചിക്കുക.
പിന്നെ കുറച്ചൊക്കെ ഒരു ലാസ്റ്റ് ആരാ പറഞ്ഞത് എന്നുള്ളതും. അധികം ആൾക്കാരും ഡി ആണ്. എ ഉണ്ട്, ബി ഉണ്ട്, സി മാത്രം ആരും പറഞ്ഞിട്ടില്ല. ഓക്കെ, നമുക്ക് നോക്കിയാലോ ആരതാണ് കറക്റ്റ് നോക്കാം. ഓക്കെ, ഇപ്പോൾ ആൻസേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഡി ആണ് കേട്ടോ ആൻസർ. നമ്മൾ പറഞ്ഞിട്ടുള്ള ഓർഡറിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത് ഇതിലുള്ള ആൾക്കാരിൽ കേട്ടോ മാധുരി ആർ ഷായ് ആണ്, പിന്നെ യശ്പാല്, പിന്നെ മൻമോഹൻ സിംഗ്, പിന്നെ റാം റെഡ്ഡി, ലാസ്റ്റ് ആണ് കേട്ടോ ആർമൈദി എസ് ദേശായി വന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇനിയും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോ അത് നന്നായിട്ട് നോക്കി വെക്കാം കേട്ടോ. ഓക്കെ, അപ്പോ ഇനി നമ്മള് ഇന്നത്തെ അടുത്ത ഏരിയയിലേക്കാണ് കടക്കുന്നത്. എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ഡിഫറെന്റ് ആയിട്ടുള്ള. യെസ്, എങ്ങനെ നോക്കിയാലും നമ്മള് ഇപ്പൊ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് പിന്നെ ഓല മേലക്കും അടിക്കും അങ്ങനെ നോക്കിയാല് മതിയല്ലോ. യെസ്, ഓക്കെ. ഇനി നമുക്ക് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് നോക്കാം കേട്ടോ. ഇത് റിലേറ്റ് ചെയ്തിട്ട് വല്ലാണ്ട് ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല ഈ ഡിസംബർ 24 ടേമില്. ഓക്കെ, എന്നാലും നമുക്ക് നോക്കാം കേട്ടോ. ഇത് കണക്ഷൻ ആണോ? ഓക്കെ, പകുതി ആൾക്കാർ കണക്ഷനാ. യശ്പാൽ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഇതുവരെ ഉള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാട്ടോ. എക്സ്ട്രാ പുതിയതായിട്ട് ഉള്ളത് മാത്രം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. NAEP 1978 വന്നിട്ടുള്ളത്. NAEPന്റെ ഫുൾ ഫോം നാഷണൽ അഡൾട്ട് എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്നുള്ളതാണ്. ഇല്ലിറ്ററസി ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു ഇത്. അടുത്തത് NLM 1988 വന്നിട്ടുള്ളത്. നാഷണൽ ലിറ്ററസി മിഷൻ എന്നാണ് ഫുൾ ഫോം. ഇതിന്റെ പേര് പോലെ തന്നെ മെയിൻ ആയിട്ട് ഇല്ലിറ്ററസി ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു ഇതിന്റെയും ലക്ഷ്യം. ഇനി അടുത്തത് SSA 2001 വന്നിട്ടുള്ളത്. സർവശിക്ഷ അഭിയാൻ എന്നാണ്. ഇത് നമ്മളെ എലിമെന്ററി എഡ്യൂക്കേഷൻ, ഈ പ്രൈമറി എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോ നമ്മൾ കഴിഞ്ഞതിന്റെ മുന്നത്തെ ക്ലാസ്സിൽ ഈ SSA റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിസ്കഷൻ വന്നിട്ടുണ്ടായിരുന്നു. അത് ഈ ക്ലാസ്സിൽ നമുക്ക് ഓൾറെഡി SSA പറയാനുള്ളതുകൊണ്ടാണ് കേട്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ പറയാഞ്ഞത്. SSAയും ഇതിന് ശേഷം വന്നിട്ടുള്ള RMSAയും പിന്നെ ടീച്ചർ എഡ്യൂക്കേഷൻ TEയും കൂടി കൂടിയിട്ട് 2018 ഫോം ചെയ്തിട്ടുള്ള ഒരു സ്കീമാണ് കേട്ടോ സമഗ്ര ശിക്ഷ അഭിയാൻ എന്നുള്ളത്. ഓക്കെ, അങ്ങനെയാണ് കേട്ടോ അത് വരുന്നത്. പിന്നെ അന്ന് SSK എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. SSK അതിന്റെ മുന്നേ വന്നിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ്. അത് SSAയും ആയിട്ട് എന്താ പറയാ ഡയറക്റ്റ് ആയിട്ട് ബന്ധമില്ല, SSAന്റെ പോലത്തെ ഒരു പ്രോഗ്രാം ആണ് കേട്ടോ. ഓക്കെ, അപ്പോ SSA 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതായിരുന്നു മെയിൻ ആയിട്ടുള്ള ഫോക്കസ്. ഇനി അടുത്തത് മൂക്കാണ്, മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ്. ഇത് ഗ്ലോബൽ ആണ് കേട്ടോ. 2008 ഗ്ലോബലി വരുന്നത്. പിന്നീട് 2012 അത് പോപ്പുലർ ആയി. 2017 മൂക്ക് നമ്മളെ ഇന്ത്യയിൽ സ്വയത്തിലൂടെ വരുന്നത്. സ്വയം 2017 വന്നിട്ടുള്ളത്. മൂക്കിന്റെ ഫംഗ്ഷൻ എന്താണ്? ഡിഫറെന്റ് ആയിട്ടുള്ള ഓൺലൈൻ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതും ഫ്രീ ഓഫ് കോസ്റ്റ്, അല്ലെങ്കിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ കൊടുക്കണം. അപ്പൊ ലോ കോസ്റ്റ് ആ ഒരു രീതിയിൽ ഓൺലൈൻ കോഴ്സുകൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ മൂക്ക് എന്ന് പറയുന്നത്. അടുത്തത് RMSA.
ഇത് പുതിയതാണ് കേട്ടോ. RMSA 2010 ആ ഒരു സമയത്താണ് വന്നിട്ടുള്ളത്. ഇതിന്റെ ഫുൾ ഫോം രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ എന്നുള്ളതാണ്. നമ്മൾ SSA പറഞ്ഞല്ലോ, 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളായിരുന്നു ഫോക്കസ്. എന്നാൽ RMSAയിലെ ഫോക്കസ് നാഷണൽ മിഷൻ ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ്. അതായത് 14 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികൾ, 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും ഉള്ള കുട്ടികൾ ഉണ്ടാവുമല്ലോ, ഓരെയായിരുന്നു ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആക്സസും ഇക്വിറ്റിയും വർദ്ധിപ്പിക്കുക, അതേപോലെ തന്നെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ വർദ്ധിപ്പിക്കുക എന്നുള്ള മെയിൻ ലക്ഷ്യങ്ങളായിരുന്നു RMSAക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ എന്തായിരിക്കണം, ഈ RMSA എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള 5 വർഷത്തിന്റെ ഉള്ളിൽ 75% ആക്കിയിട്ട് ഉയർത്താൻ പറ്റണം എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. ഇനി നമ്മൾ പറഞ്ഞ പോലെ തന്നെ RMSAയും SSAയും TEയും കൂടിയിട്ട് 3നും കൂടി കൂട്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള 2018 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള സ്കീമാണ് സമഗ്ര ശിക്ഷ അഭിയാൻ എന്നുള്ളത്. ഇനി അടുത്തത് സാക്ഷർ ഭാരത് മിഷൻ 2009 വന്നിട്ടുള്ളത്. 100% ലിറ്ററസി ആണ് ഇതിന്റെ മെയിൻ ഫോക്കസ്. പിന്നെ കുറച്ച് ലൈക്ക് സ്ത്രീകളെ, അതേപോലെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റീസ് ഉണ്ടാവുമല്ലോ, ഇവർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഫോക്കസ് ഉണ്ടായിരുന്നു. അടുത്തത് ശോധ്-ഗംഗ 2010-2011 സമയത്താണ് വന്നിട്ടുള്ളത്. ശോധ്-ഗംഗ എന്തിനാണ്, നമ്മൾ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗംഗ തിസീസ് സബ്മിറ്റ് ചെയ്തു അല്ലെ. അതായത് നമ്മളെ ഇന്ത്യയിൽ ഡിഫറെന്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വരുന്ന PhD തിസീസുകൾ ഉണ്ടല്ലോ, അത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ഡിജിറ്റൽ റെപ്പോസിറ്ററി ആണ് ശോധ്-ഗംഗ. അടുത്തത് ശോധ്-ഗംഗോത്രി 2012 വന്നിട്ടുള്ളത്. ഇതെന്താണ്, ശോധ്-ഗംഗയിൽ PhD തിസീസുകളാണെങ്കിൽ ശോധ്-ഗംഗോത്രിയിൽ അതിന്റെ സിനോപ്സിസുകളാണ് കേട്ടോ. പിന്നീട് ആദ്യം സിനോപ്സിസ് ആണല്ലോ PhD ചെയ്യുമ്പോൾ സബ്മിറ്റ് ചെയ്യുക, പിന്നീട് എന്ത് ചെയ്യും, ആ ഒരു PhD കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അത് ശോധ്-ഗംഗയിൽ അതിന്റെ തിസീസ് അപ്ലോഡ് ചെയ്യും. അങ്ങനെയാണ് കേട്ടോ ഉള്ളത്. ഇനി അടുത്തത് ഉന്നത് ഭാരത് അഭിയാന്. ഉന്നത് ഭാരത് അഭിയാന് നമ്മൾ ഇന്ന് പുതിയതായിട്ട് ഡിസ്കസ് ചെയ്യാണ്. UBA എന്ന് ഷോർട്ടായിട്ട് പറയും. 2014 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്, ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ നമ്മുടെ റൂറൽ ഏരിയ ഉണ്ടല്ലോ, ലൈക്ക് അത്ര പ്രിവിലേജ്ഡ് അല്ലാത്ത ഏരിയയിലുള്ള ആൾക്കാർ, നമ്മൾ ഗ്രാമപ്രദേശങ്ങളിലുള്ള ആൾക്കാരുമായിട്ടൊക്കെ വർക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാം, അവരുടെ ഡെവലപ്മെന്റൽ ചാലഞ്ചസുകൾ മനസ്സിലാക്കുക, എന്നിട്ട് അതിന് ആവശ്യമായിട്ടുള്ള സൊല്യൂഷൻസ് ഒക്കെ കണ്ടെത്തുക എന്നുള്ളതും അതിലൂടെ സസ്റ്റൈനബിൾ ഗ്രോത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളതും കൂടിയായിരുന്നു ഉന്നത് ഭാരത് അഭിയാന്റെ ലക്ഷ്യം. ഓക്കെ, വില്ലേജുകൾ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഉന്നത് ഭാരത് അഭിയാൻ എന്നുള്ളത്. ഇനി നെക്സ്റ്റ്, ഇതും പുതിയതാണ്, മാളവ്യ മിഷൻ സ്കീം 2014 വന്നിട്ടുള്ളത്. ഇതിന്റെ ഫുൾ നെയിം എന്ന് പറഞ്ഞാല് പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ നാഷണൽ മിഷൻ ഓൺ ടീച്ചേഴ്സ് ആൻഡ് ടീച്ചിങ് ആണ് കേട്ടോ. PMMNMTT എന്ന് ഷോർട്ടാക്കിയിട്ട് പറയും. ഇത് പേര് പോലെ തന്നെ ടീച്ചർ എഡ്യൂക്കേഷനിലാണ് കേട്ടോ ഫോക്കസ് ചെയ്യുന്നത്. ടീച്ചേഴ്സും അതേപോലെ ടീച്ചിങ്ങിൽ ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസും അതിന്റെ ഡെവലപ്മെന്റ്സും ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഇപ്പോ നമ്മുടെ എഡ്യൂക്കേഷൻ ഫീൽഡിലുള്ള ടീച്ചേഴ്സിന്റെ ഫാക്കൽറ്റി ഡെവലപ്മെന്റൽ പ്രോഗ്രാം ആണ്. ടീച്ചേഴ്സിന് ഉള്ള ഷോർട്ട് കമ്മിങ്സ് ഒക്കെ മാറ്റിയിട്ട് കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള ടീച്ചേഴ്സിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് മാളവ്യ മിഷൻ സ്കീമിൽ ഉദ്ദേശിക്കുന്നത്. 2014 കേട്ടോ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ നാഷണൽ മിഷൻ ഓൺ ടീച്ചേഴ്സ് ആൻഡ് ടീച്ചിങ് ആണ്. ഇനി അടുത്തതാണ്, ഇതും പുതിയതാണ് കേട്ടോ, മിഷൻ ഉദയ് 2014-15 ആ ഒരു സമയത്താണ് വന്നിട്ടുള്ളത്. ഇതിൽ ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. അതായത് നോർത്ത് ഈസ്റ്റേൺ റീജിയൻ, നമ്മുടെ ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റേൺ റീജിയൻസിലുള്ള സ്റ്റുഡൻസിന് എന്താക്കുക, അവർക്ക് സ്പെസിഫിക്കലായിട്ട് സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സ്കീമിനെ കൊണ്ടുള്ള ഉദ്ദേശം കേട്ടോ. ഓക്കെ, അതിലൂടെ എന്ത് ചെയ്യുക, ഈ നോർത്ത് ഈസ്റ്റേൺ റീജിയൻ, അതായത് NER എന്ന് ഷോർട്ടായിട്ട് നമ്മൾ പറയും, അവിടെ ഉള്ള ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ ഇൻക്രീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. മിഷൻ ഉദയ് 2014-15.
ഇനി അടുത്തതാണ് ഗ്യാന്. ഗ്യാനും പുതിയതാണ്. അതിന്റെ ഫുൾ ഫോം ഗ്ലോബൽ ഇനീഷ്യേറ്റീവ് ഓഫ് അക്കാഡമിക് നെറ്റ്വർക്ക്സ്. നമ്മൾ ഇതിന്റെ ഈ ഫുൾ ഫോം ഉള്ളതിന്റെ ഒക്കെ ഫുൾ ഫോം നോട്ട് ചെയ്താൽ തന്നെ അതിന്റെ ഒരു ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് അതിലൂടെ തന്നെ മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ പഠിക്കുമ്പോൾ ആ ഒരു രീതിക്ക് തന്നെ പഠിക്കുക. ഗ്യാൻ വന്നിട്ടുള്ളത് 2015 ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് ഗ്ലോബൽ ആയിട്ടുള്ള ഒരു ലൈക്ക് നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവാനും ഇന്റർനാഷണലി നമ്മുടെ സയന്റിസ്റ്റുകളെയും എന്റർപ്രണേഴ്സിനെയും ഒക്കെ പങ്കെടുപ്പിച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഇന്ത്യൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ അക്കാഡമിക് റിസോഴ്സുകളും ക്വാളിറ്റീസും കൂട്ടുക. ഇന്റർനാഷണൽ സയന്റിസ്റ്റുകളെയും അത് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ എഡ്യൂക്കേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ് ആൾക്കാരുണ്ടാവുമല്ലോ, ഓലൊക്കെ പങ്കെടുപ്പിച്ചിട്ട് ലൈക്ക് പരസ്പരം കോപ്പറേറ്റ് ചെയ്തിട്ട്. അതാണ് ഗ്യാന് 2015 വന്നിട്ടുള്ളത്. ഗ്ലോബൽ ഇനീഷ്യേറ്റീവ് ഓഫ് അക്കാഡമിക് നെറ്റ്വർക്ക്സ് എന്നാണ് കേട്ടോ ഫുൾ ഫോം. അടുത്തതാണ് വിദ്യാഞ്ജലി. വിദ്യാഞ്ജലിയും പുതിയതാണ് കേട്ടോ. 2016 ഇത് ലോഞ്ച് ചെയ്യുന്നത്. പക്ഷെ പിന്നെ വിദ്യാഞ്ജലി 2.0 പോർട്ടലായിട്ട്, അതായത് ഇപ്പോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വിദ്യാഞ്ജലി 2021 കേട്ടോ വന്നിട്ടുള്ളത്. ഒഫീഷ്യലി ഇത് വിദ്യാഞ്ജലി എന്നുള്ള സ്കീം 2016 വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 2 ഇയറും ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. മറ്റേത് വിദ്യാഞ്ജലി 2.0 പോർട്ടലാണ്. ഓക്കെ, വിദ്യാഞ്ജലിന്റെ ഫംഗ്ഷൻ എന്താണ് എന്ന് വെച്ചാല് ഡിഫറെന്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റികളെയും പ്രൈവറ്റ് സെക്ടറുകളെയും ഒക്കെ നമ്മുടെ സ്കൂൾ സിസ്റ്റം സ്ട്രെങ്തൻ ചെയ്യാൻ ഉപയോഗപ്പെടുത്തുക. അതിനെന്ത് ചെയ്യുക, ഡിഫറെന്റ് ആയിട്ടുള്ള ഏരിയ എന്നുള്ള വളണ്ടിയേഴ്സിനെ സ്കൂളുകളുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഈ വളണ്ടിയേഴ്സ് എന്ത് ചെയ്യുക, ട്രെയിനിങ് പ്രോഗ്രാംസുകൾ ഒക്കെ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് വിദ്യാഞ്ജലിയിൽ ചെയ്യുക കേട്ടോ. വിദ്യാഞ്ജലിക്ക് ഒരു ഓൺലൈൻ പോർട്ടൽ ഉണ്ട്, നമ്മൾ പറഞ്ഞല്ലോ, ഈ 2021 വന്നിട്ടുള്ള വിദ്യാഞ്ജലിക്കാണ് കേട്ടോ അതുള്ളത്. ഈ വോളണ്ടിയേഴ്സ് എന്ന് പറയുമ്പം റിട്ടയർഡ് ടീച്ചേഴ്സ് ആവാം, പിന്നെ നമ്മളെ ഈ ടീച്ചിങ് അല്ലെങ്കിൽ സ്കൂൾ ഏരിയയിൽ ഉള്ള പ്രൊഫഷണൽസ് ആവാം, NGOs ആവാം, പ്രൈവറ്റ് സെക്ടർ ആവാം, ഏതുമാവാം. ഇവര് സ്കൂളുകളുമായിട്ട് കണക്ട് ചെയ്തിട്ട് ട്രെയിനിങ്സ് കൊടുക്കുക, അങ്ങനെയുള്ള കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന രീതിക്കുള്ള പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുക എന്നൊക്കെയാണ് വിദ്യാഞ്ജലിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ പഴയ തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഈ ഒരു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഉന്നത് ഭാരത് അഭിയാന്, മാളവ്യ മിഷൻ സ്കീം, ഇഷൻ ഉദയ്, ഗ്യാന്, ഇത് വിദ്യാഞ്ജലി, ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്ന് പുതിയതായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി ദീക്ഷ 2017 വന്നിട്ടുള്ളത്. ദീക്ഷന്റെ ഫുൾ ഫോം ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ നോളജ് ഷെയറിംഗ് ആണ്. അതായത് സ്കൂൾ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള നാഷണൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ് കേട്ടോ. സ്കൂൾ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സുകളും അങ്ങനെയുള്ള റിസോഴ്സുകളൊക്കെ ഉണ്ടല്ലോ, അത് ഷെയർ ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണ് ദീക്ഷ എന്ന് പറയുന്നത്. അടുത്തത് NDLI നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഓഫ് ഇന്ത്യ 2018 ഫോം ചെയ്തിട്ടുള്ളത്. ഇതും ഡിജിറ്റൽ നോളജ് പ്ലാറ്റ്ഫോം എന്നാണ് കേട്ടോ. അടുത്തത് PLA പട്ന ലിഖ്ന അഭിയാൻ 2020-2021 ആ ഒരു സമയത്താണ് വന്നിട്ടുള്ളത്. ഇതിൽ ഫോക്കസ് ചെയ്യുന്നത് അഡൾട്ട് എഡ്യൂക്കേഷൻ ആണ് കേട്ടോ. ഓക്കെ, പ്രത്യേകിച്ച് ഈ ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിലൊക്കെ കുറച്ചും കൂടി കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നുണ്ട്. ഇനി ABC അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് 2021 വന്നിട്ടുള്ളത്. UGC ആണ് ഇത് റെഗുലേറ്റ് ചെയ്യുന്നത്. അതായത് സ്റ്റുഡൻസ് അവരുടെ കോഴ്സിൽ നിന്ന് ഏൺ ചെയ്യുന്ന ക്രെഡിറ്റുകൾ സ്റ്റോർ ചെയ്യുന്ന ഒരു ബാങ്ക് പോലത്തെ, നമ്മളെ നോർമൽ ബാങ്ക് പോലത്തെ സിസ്റ്റമാണ് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോ ഇത്രയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ പുതിയ കാര്യങ്ങൾ മാത്രം ഒന്ന് ലൈക്ക് നോട്ട് ചെയ്യുക. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഈ ഏരിയന്ന് ഓവറായിട്ട് കഴിഞ്ഞ June 25 വന്ന പോലത്തെ അത്രയും ക്വസ്റ്റ്യൻസ് ഇല്ല കേട്ടോ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കല്ലേ, 2 ക്വസ്റ്റ്യൻസ് ഉള്ളൂ കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഉന്നത് ഭാരത് അഭിയാൻ 2014 ലോഞ്ച് ചെയ്തിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ് ഉന്നത് ഭാരത് അഭിയാൻ ലോഞ്ച് ചെയ്തിട്ടുള്ളത്? പ്രൊമോട്ടിംഗ് എന്റർപ്രണർഷിപ്പ്, പ്രൊമോട്ടിംഗ് സ്കിൽ എഡ്യൂക്കേഷൻ, കണക്ടിംഗ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വിത്ത് സൊസൈറ്റി ആൻഡ് വില്ലേജസ്. ഡിയിൽ പറയുന്നത് കോട്ടേജ് ആൻഡ് മിഡ് സൈസ് ഇൻഡസ്ട്രീസ്. സിമ്പിൾ ആണ് അല്ലേ, നമ്മൾ പറഞ്ഞു.
ഓക്കെ, CN ആണ് എല്ലാരും പറഞ്ഞിട്ടുള്ളത്. CN ആണ് അല്ലെ ആൻസർ. റൂറൽ സോറി റൂറൽ ഏരിയാസ് അതേപോലെ, അതായത് നമ്മളെ വില്ലേജസ് അതുമായിട്ട് ഹയർ എഡ്യൂക്കേഷനെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ഉന്നത് ഭാരത് അഭിയാന്റെ ലക്ഷ്യം. 2014 കേട്ടോ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. അതില് ലിസ്റ്റ് 1 ആരൊക്കെയുണ്ട്? ലിസ്റ്റ് 1 ഡിഫറെന്റ് സ്കീംസ് ആണ് കൊടുത്തിട്ടുള്ളത്. ലിസ്റ്റ് 2 അതിന്റെ ഒബ്ജക്റ്റീവ്സും കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മാച്ച് ചെയ്ത് നോക്കാം കേട്ടോ. മാളവ്യ മിഷൻ സ്കീം ഉണ്ട്, വിദ്യാഞ്ജലി ഉണ്ട്, ഗ്യാൻ ഉണ്ട്, ഇഷൻ ഉദയ് ഉണ്ട്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കിയാൽ എല്ലാരും ഡി ആണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഡി ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. മാളവ്യ മിഷൻ സ്കീം എന്താണ്? പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഓഫ് ടീച്ചേഴ്സ് ആണ്. പിന്നെ വിദ്യാഞ്ജലി റെമഡിയൽ ക്ലാസ്സസ് ആൻഡ് ട്രെയിനിങ് വളണ്ടിയേഴ്സിനെ യൂസ് ചെയ്തിട്ട്. പിന്നെ ഗ്യാന് ടു ഗാർണർ ഇന്റർനാഷണൽ എക്സ്പീരിയൻസ്. ഇഷാൻ ഉദയ് സ്കോളർഷിപ്പ് ഫോർ നോർത്ത് ഈസ്റ്റേൺ സ്റ്റുഡൻസ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇത് ഓർത്ത് വെക്കട്ടോ. ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇന്ന് കവർ ചെയ്തിട്ടുള്ള പുതിയ ഏരിയാസ്. മാളവ്യ മിഷൻ സ്കീം, വിദ്യാഞ്ജലി, ഗ്യാന്, ഇഷാൻ ഉദയ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടോ. 2 ക്വസ്റ്റ്യൻസ് മാത്രമേ ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോ ഇനി നമ്മൾ കിടക്കുന്നത് അടുത്ത യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയക്കാണ്. ഇതിൽ ജൂൺ 25 നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് യൂണിവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉള്ളായിരുന്നു. പിന്നെ കുറച്ചൊക്കെ INI ആക്ടുകളൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു. പക്ഷേ ഡിസംബർ 24th നെറ്റ് എക്സാമിന് യൂണിവേഴ്സിറ്റീസ് റിലേറ്റഡ് ആയിട്ട് കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോ ഇപ്പോ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഓരോ യൂണിവേഴ്സിറ്റീസ് മെയിൻ ആയിട്ട് ക്രോണോളജിക്കൽ ഓർഡർ ആണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ചില യൂണിവേഴ്സിറ്റീസിന്റെ ഒക്കെ ഫൗണ്ടേഴ്സിനും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഈ ഫൗണ്ടേഴ്സിലുള്ള ചിലതിലൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പം അവിടെ നോക്കാം കേട്ടോ. ഓക്കെ, കുറെ ഇയേഴ്സ് ഉണ്ട്, നമുക്ക് പറഞ്ഞു പോവാം. പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അങ്ങനെയും പഠിച്ചു പോവാട്ടോ. ഓക്കെ, എല്ലാവരും റെഡി ആണോ? കുറെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട് കേട്ടോ. ഈ ഒരൊറ്റ പേജ് അല്ല, ഇനിയും ഉണ്ട്. ഓക്കെ, നമുക്ക് തുടങ്ങാം അല്ലേ? യൂണിവേഴ്സിറ്റീസും ഇയറും നമുക്ക് വായിച്ചു പോവാം. ഓക്കെ, ഫസ്റ്റ് ബനാറസ് സാൻസ്ക്രിത് കോളേജ്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ജനാർദൻ ഡങ്കൻ ആണ് കേട്ടോ. 1791 അല്ല 10:30 കേട്ടോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് നമ്മൾ ഇപ്പൊ പറയുന്നതില് ഏറ്റവും ഫസ്റ്റ് വന്നിട്ടുള്ളത് ബനാറസ് സാൻസ്ക്രിത് കോളേജ് ആണ്. 1791 ജനാർദൻ ഡങ്കൻ ആണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അടുത്തത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ് യൂണിവേഴ്സിറ്റി ഓഫ് കൽക്കട്ട, യൂണിവേഴ്സിറ്റി ഓഫ് ബോംബെ ആൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ്. ഇത് മൂന്നും എന്താണ് 1857 ഫോം ചെയ്തിട്ടുള്ളത് കേട്ടോ. കൽക്കട്ട, ബോംബെ ആൻഡ് മദ്രാസ്. പിന്നെ വരുന്നത് പഞ്ചാബ്. ഇത് നമ്മൾ ക്രോണോളജിക്കൽ ഓർഡറിലാണ് കേട്ടോ ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ വരുന്നത് പഞ്ചാബ് യൂണിവേഴ്സിറ്റി ആണ്. 1882 പഞ്ചാബ് യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഫെർഗ്യൂസൺ കോളേജ് പൂനെ, 1885 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു യൂണിവേഴ്സിറ്റി ആണ്
റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് അലഹബാദ്. 1887 ഫോം ചെയ്തിട്ടുള്ളത്. അടുത്തത് ഖൽസ കോളേജ് അമൃത്സർ 1892 കേട്ടോ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ 18 ഒരു പീരീഡിലുള്ളത് കഴിഞ്ഞു. ഇനി നമ്മൾ 1900 ആ ഒരു ഏരിയക്ക് കടക്കാണ്. ഓക്കെ. SNDT വിമൻസ് യൂണിവേഴ്സിറ്റി മുംബൈ, അത് ഫോം ചെയ്തിട്ടുള്ളത് DK കാർവി ആണ് കേട്ടോ. 1916 ഫോം ചെയ്തിട്ടുള്ളത്. പക്ഷെ പിന്നീട് ഇതിനൊരു സ്റ്റാറ്റ്യൂട്ടറി പൊസിഷൻ അല്ലെങ്കിൽ ആ ഒരു ലെവൽക്ക് മാറുന്നത് 1951 കേട്ടോ. ആ ഒരു ഇയറും ഓർത്ത് വെക്കുക. അങ്ങനെയും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. 1916 ഫസ്റ്റ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. 1951 സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് മാറിയിട്ടുള്ളത്. ഓക്കെ. SNDT വിമൻസ് യൂണിവേഴ്സിറ്റി മുംബൈ. ഓക്കെ. ഇനി അടുത്തതാണ് യൂണിവേഴ്സിറ്റി ഓഫ് മൈസൂര്. ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് മൈസൂറിന്റെ മഹാരാജയായിരുന്നു. 1916 കേട്ടോ യൂണിവേഴ്സിറ്റി ഓഫ് മൈസൂരും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അടുത്തത് പട്ന യൂണിവേഴ്സിറ്റി 1907 ഫോം ചെയ്തിട്ടുള്ളത്. പിന്നെ ഉസ്മാനിയ യൂണിവേഴ്സിറ്റി ഹൈദരാബാദിലാണ്. ഹൈദരാബാദിന്റെ നിസാമായിരുന്നു അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് 1918. അടുത്തത് മ്യാൻമറിലെ റംഗൂൺ യൂണിവേഴ്സിറ്റി 1920 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ഡക്ക ബംഗ്ലാദേശിലാണ് കേട്ടോ 1921. ഒരേപോലത്തെ ഇയർ ഉള്ളതൊക്കെ അങ്ങനെ പഠിച്ചു വെക്കാം കേട്ടോ. യൂണിവേഴ്സിറ്റി ഓഫ് ഡക്ക, യൂണിവേഴ്സിറ്റി ഓഫ് ലക്നൗ, അതേപോലെ കാശി വിദ്യാപീഠ്, മഹാത്മാഗാന്ധി കാശി വിദ്യാപീഠ്, ബീഹാർ വിദ്യാപീഠ് എന്നും പറയുന്നുണ്ട്. 1921 കേട്ടോ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. പിന്നെ അടുത്തതാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി. ഡൽഹി 1922 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അടുത്തതാണ് നാഗ്പൂർ യൂണിവേഴ്സിറ്റി 1923 കേട്ടോ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇന്ത്യൻ സ്കൂൾ ഓഫ് മൈൻസ് ഇപ്പോ IIT ISM മീൻസ് ഇന്ത്യൻ സ്കൂൾ ഓഫ് മൈൻസ്, അത് 1926 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആന്ധ്ര യൂണിവേഴ്സിറ്റി വിശാഖപട്ടണത്തിലാണ്, അതും 1926 കേട്ടോ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തത് അണ്ണാമലൈ യൂണിവേഴ്സിറ്റി. അത് ഉണ്ടാക്കിയിട്ടുള്ളത് രാജാ സർ അണ്ണാമലൈ ചെട്ടിയാരാണ്. 1929 കേട്ടോ. അടുത്തത് ബനസ്ഥാലി വിദ്യാപീഠ് തോങ്കിലാണുള്ളത്. ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്, ഇപ്പൊ നമ്മൾ ഇത് ഫൗണ്ട് ചെയ്തു എന്ന് പറയുമ്പം ഡയറക്റ്റ് ആയിട്ട് ഈ ആൾക്കാരെന്നെ ഫൗണ്ട് ചെയ്തു എന്ന് അതിന് അർത്ഥം ഇല്ല കേട്ടോ. ഇവരുടെ കീഴിലുള്ള അതായത് ഇവര് ഉണ്ടാക്കിയിട്ടുള്ള ട്രസ്റ്റുകളും ഓർഗനൈസേഷൻസും ഉണ്ടാവും. ഇപ്പൊ BR അംബേദ്കറിന്റെ ഒക്കെ പേരിൽ പറയപ്പെടുന്ന അധിക കോളേജുകളും അങ്ങനെയാണ്. ആ ഒരു ഓർഗനൈസേഷൻ പിന്നീട് ഉണ്ടാക്കുന്ന കോളേജുകളാണ് കേട്ടോ. പക്ഷെ ആ ഒരു എന്താ പറയാ ട്രസ്റ്റ് ഫോം ചെയ്തിട്ടുള്ളത് ഇവരായതുകൊണ്ട് ഇവരെയാണ് ഇതിന്റെ പ്രൊപ്പൗണ്ടൻസ് ആയിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ. ബനസ്ഥാലി വിദ്യാപീഠ് ഹിരാലാൽ ശാസ്ത്രിയാണ് കേട്ടോ. 1935 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അടുത്തത് സിദ്ധാർത്ഥ കോളേജ് മുംബൈ, BR അംബേദ്കർ ആണ്. 1946. അടുത്തതാണ് സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാഡമി ആണ്. അത് ഹൈദരാബാദിലാണുള്ളത്. 1948. അടുത്തത് സാവിത്രിഭായ് പൂനെ യൂണിവേഴ്സിറ്റി. ഇത് മുന്നേ യൂണിവേഴ്സിറ്റി ഓഫ് പൂന എന്നായിരുന്നു അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇത് 1949 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. പിന്നെ മിലിന്ദ് കോളേജ് ഔറംഗാബാദ്, ഇതും BR അംബേദ്കറിന്റെ കീഴിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് 1950. അടുത്തത് ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ മുസൂറിയിലാണ്. 1959. അടുത്തതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ IIMC ന്യൂഡൽഹിയിലാണുള്ളത്. 1965 ഫോം ചെയ്തിട്ടുള്ളത്. അടുത്തത് PWS ആർട്സ് ആൻഡ് കൊമേഴ്സ് കോളേജ് നാഗ്പൂർ 1967 കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ലാസ്റ്റ് കളി നോക്കണ്ട കേട്ടോ, അത് ഒഴിവാക്കാൻ വിട്ടോ ഇതാണ്. ഓക്കെ. ഇനി അടുത്തത് ബാക്കി 2 യൂണിവേഴ്സിറ്റിയും കൂടി ഉണ്ട്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി JNU ന്യൂഡൽഹിയിലാണ്. 1969 ഫോം ചെയ്തിട്ടുള്ളത്. ഹിമാചൽ പ്രദേശ് യൂണിവേഴ്സിറ്റി ഷിംലയിലാണ്. 1970 ഫോം ചെയ്തിട്ടുള്ളത്. ഇത്രയും ആണ് നമുക്ക് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഏരിയയിൽ നമ്മൾ ഈ ഒരു December 24 അതേപോലെ June 25 റിലേറ്റഡ് ആയിട്ട് പറയാനുള്ളത്. ഓക്കെ ആണോ? പോകായോ?
ഓക്കെ. മാം ഈ PPT കിട്ടുമോ? കിട്ടും കിട്ടും കേട്ടോ. കുറച്ച് ആപ്പിലുണ്ടാകാം. അതെ, കുറച്ച് ദിവസത്തിന്റെ ഉള്ളിൽ ഷെയർ ആക്കും കേട്ടോ. ഇതിൽ നമ്മള് ഇപ്പോ നമുക്ക് ആവശ്യമുള്ള യൂണിവേഴ്സിറ്റീസ് മാത്രം ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇത് പോരാഞ്ഞിട്ടാണോ ഇനി ബാക്കി യൂണിവേഴ്സിറ്റികളൊക്കെ നിങ്ങൾ ചോദിക്കണത്? ഇത് PYQലുള്ളത് മാത്രം. അതെ അതെ. ഡിസംബർ 24-ഉം ജൂൺ 25-ഉം ഈ രണ്ട് PYQലും ഉള്ളതാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് വേറെ യൂണിവേഴ്സിറ്റീസ് ഇനിയുള്ള മുന്നത്തെ എക്സാമുകളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതല്ലാത്തതുണ്ടെങ്കിൽ നമുക്ക് അപ്പൊ പറയാം കേട്ടോ. ഓക്കെ, എന്നാൽ ഇനി നമുക്ക് എങ്ങോട്ട് പോവാം? ഓപ്പൺ യൂണിവേഴ്സിറ്റീസ് പോവാം കേട്ടോ. യെസ്, വെസ്റ്റ് ബംഗാളിലെ സെറാംപൂർ കോളേജ് ആണ് കേട്ടോ ഫസ്റ്റ് കോളേജ്. ഇനി നമുക്ക് ഓപ്പൺ യൂണിവേഴ്സിറ്റീസ് നോക്കാം. ഓപ്പൺ യൂണിവേഴ്സിറ്റീസ് ഇപ്പോ നമ്മൾ പറഞ്ഞ റെഗുലർ യൂണിവേഴ്സിറ്റീസിന്റെ അത്രയും ഇല്ല, കുറച്ചുള്ളൂ. ഈ ഒരൊറ്റ ടാബ്ലോ ഉള്ളൂ കേട്ടോ. അതിൽ ഫസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് നളന്ദ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ്, ബീഹാർ. 1987 നമ്മൾ ആൻഷ്യന്റിലെ നളന്ദയും ഈ നളന്ദയും ഡിഫറെന്റ് ആണ് കേട്ടോ. അത് നളന്ദ മഹാവിഹാര അങ്ങനത്തെ ഇതായിരുന്നു. ഇത് ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ് കേട്ടോ, ഇപ്പോ ഉള്ള ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ്. ഓക്കെ, നളന്ദ ഓപ്പൺ യൂണിവേഴ്സിറ്റി 1987 ഫോം ചെയ്തിട്ടുള്ളത്. യശ്വന്ത് റാവു ചവാൻ മഹാരാഷ്ട്ര ഓപ്പൺ യൂണിവേഴ്സിറ്റി 1989. ഇത് ഇവർ ഇയേഴ്സ് നോക്കുക, വളരെ കുറച്ച് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റികളൊക്കെ തമ്മില്. ഓക്കെ, അടുത്തതാണ് മധ്യപ്രദേശ് ബോച്ച് ഓപ്പൺ യൂണിവേഴ്സിറ്റി 1992 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. കർണാടക സ്റ്റേറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി മൈസൂര് 1996 എസ്റ്റാബ്ലിഷ് ചെയ്തു. അടുത്തത് നേതാജി സുഭാഷ് ഓപ്പൺ യൂണിവേഴ്സിറ്റി കൊൽക്കത്തയിലാണ് കേട്ടോ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. 1997 UP രാജർഷി ടണ്ടൻ ഓപ്പൺ യൂണിവേഴ്സിറ്റി 1999 കേട്ടോ. AMUന്റെയും JMIന്റെ ഒക്കെ ഇയറുകൾ പറയുന്നുണ്ട്. ഓക്കെ, അത് വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് നോക്കാം. ഓക്കെ, അപ്പോ ഇത്രയാണ് കേട്ടോ ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ ഉള്ളത്. നളന്ദ ഓപ്പൺ യൂണിവേഴ്സിറ്റി, യശ്വന്ത്റാവ് ചവാൻ മഹാരാഷ്ട്ര ഓപ്പൺ യൂണിവേഴ്സിറ്റി, മധ്യപ്രദേശ് ഭോജ് ഓപ്പൺ യൂണിവേഴ്സിറ്റി, കർണാടക സ്റ്റേറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി, നേതാജി സുഭാഷ് ഓപ്പൺ യൂണിവേഴ്സിറ്റി, UP രാജർഷി ടണ്ടൻ ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഇഗ്നൗ ഉണ്ട് കേട്ടോ. ഇഗ്നൗ 1985 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. നമ്മള് ഈ ഒരു ഇതില് ഇഗ്നോ ചോദിച്ചിട്ടില്ല കേട്ടോ. നളന്ദന്റെ മുന്നേ ഇഗ്നൗ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇഗ്നൗ ആണ്, 1985 കേട്ടോ. ഓക്കെ, അപ്പോ ഇനി യൂണിവേഴ്സിറ്റീസിന്റെ ക്വസ്റ്റ്യൻക്ക് പോയാൽ നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാവരും മാക്സിമം നോക്കാതെ ആൻസർ ചെയ്യാൻ ട്രൈ ചെയ്യണം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 1857 3 ട്രയാഡ്, അതായത് 3 യൂണിവേഴ്സിറ്റികൾ ഫോം ചെയ്തു നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അവയിൽ പെടാത്തത് ഏതാണ്? ബോംബെ, കൽക്കട്ട, മദ്രാസ്, അലഹബാദ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഈ യൂണിവേഴ്സിറ്റികള്. മാക്സിമം എല്ലാവരും ആൻസർ ചെയ്യാനും ട്രൈ ചെയ്യുക. ഇനി എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നോക്കാതെ ആൻസർ ചെയ്യാനും ട്രൈ ചെയ്യുക കേട്ടോ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അലഹബാദ് യൂണിവേഴ്സിറ്റി ആണ് ഇതില് പെടാത്തത്. 3 ഒരുമിച്ച് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ബോംബെയും കൽക്കട്ടയും മദ്രാസും ആണ് കേട്ടോ 1857. അലഹബാദ് യൂണിവേഴ്സിറ്റി ഏതാണ് ഇയർ? അപ്പൂക്കിൻ പറഞ്ഞണോ?
യെസ് 1887 ആണ് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല, എന്നാലും ആൻസർ ചെയ്യാൻ നോക്കാട്ടോ എല്ലാരും. അതായത് 1884 കുറച്ച് യൂണിവേഴ്സിറ്റികൾക്ക് ഉണ്ടാക്കി ഓണററി LLE ഡിഗ്രികള് ഓഫർ ചെയ്യാൻ പെർമിഷൻ കൊടുത്തു. അത് ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ് എന്നാണ് പറയേണ്ടത്. ഇത് കുറച്ച് കോമൺ സെൻസ് യൂസ് ചെയ്താൽ ആൻസർ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. LLD എന്ന് പറഞ്ഞാല് ഓണററി ഡിഗ്രി ആണ് കേട്ടോ. അതായത് നമ്മൾ പഠിച്ച് നേടുന്നതല്ല. ഈ എന്താ പറയാ, ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ കോൺട്രിബ്യൂഷൻ ബേസ് ചെയ്തിട്ട് കൊടുക്കുന്നതാണ്. ഓക്കെ, ഡോക്ടർ ഓഫ് ലോസ് എന്ന് നമ്മൾ അതിന് പൊതുവായിട്ട് പറയും. ഇതില് 3 യൂണിവേഴ്സിറ്റികൾക്ക് 1884 ഈ ഓണററി ഡിഗ്രി കൊടുക്കാൻ പെർമിഷൻ കൊടുക്കുന്നത്. ഏതൊക്കെയാണ്? 3 ഉള്ളൂ കേട്ടോ ആൻസർ. ഓപ്ഷൻസ് നോക്കുക, എല്ലാത്തിലും 3 ഉള്ളൂ. ഓക്കെ, എല്ലാരും സി ആണോ? ഓക്കെ, CN ആണ് കേട്ടോ കറക്റ്റ്. കൽക്കട്ട, ബോംബെ, മദ്രാസ് യൂണിവേഴ്സിറ്റികൾക്കാണ് ഈ ഒരു പെർമിഷൻ കൊടുക്കുന്നത്. അലഹബാദ് യൂണിവേഴ്സിറ്റി നമ്മൾ പറഞ്ഞു 1887 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും അത് വരാൻ സാധ്യതയില്ല. അത് ക്യാൻസൽ ചെയ്താൽ തന്നെ നമുക്ക് C കിട്ടും. പഞ്ചാബ് ഏതാ ഇയർ? പഞ്ചാബ് യൂണിവേഴ്സിറ്റി ഏതാ ഇയർ? യെസ് 1882 ആണ് അക്ഷര കറക്റ്റ്. ആ, ഇതിന്റെ ആൻസർ മുന്നേ വേറൊരു ഇതില് കണ്ടത് A എന്നാണ് ഓപ്ഷൻ. അത് ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ, അല്ലേ? അതായത് നമ്മൾ ഇതിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, സെയിം ക്വസ്റ്റ്യൻ തന്നെ, പക്ഷെ ഓപ്ഷൻസ് മാറ്റിയിട്ട് കൊടുത്തത്. അതാണോ? അതല്ല, ഈ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതില്. പിന്നെ കൽക്കട്ടയും മുംബൈ ആ, വരുന്നില്ല, ഈ പ്രൊവിഷനിൽ വരുന്നില്ല എന്നാണ് പറയുന്നത് അതില്. ഓക്കെ, അങ്ങനെയല്ല കേട്ടോ കണ്ടിട്ടുള്ളത്. ഇതിലിപ്പോ നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് അറിഞ്ഞോളണം എന്നൊന്നുമില്ല. അതായത് ഓണററി ഡിഗ്രി കൊടുക്കാനുള്ള പെർമിഷൻ കൊടുത്തു എന്നുള്ളത്. പക്ഷെ നമുക്ക് അലഹബാദ് യൂണിവേഴ്സിറ്റിന്റെ ഇയർ അറിയുകയാണെങ്കിൽ ഇത് നമുക്ക് ബാക്കി കറക്റ്റ് ആൻസർ അറിയില്ലെങ്കിലും ആൻസർ ചെയ്യാം അല്ലെ. ഡി ക്യാൻസൽ ചെയ്താൽ മതി. ഡി ബാക്കി 3 ഓപ്ഷനിലും ഉണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. 5 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ശരിക്ക് വായിച്ചു നോക്കുക, എന്നിട്ട് ആൻസർ ചെയ്യാട്ടോ. ഫസ്റ്റത്തേല് പറയുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ IAS ട്രെയിൻ ചെയ്യുന്നത്. ബിയില് പറയുന്നത് പോളിടെക്നിക് കോളേജുകളാണ് MBBS ഡിഗ്രി കൊടുക്കുന്നത്. സിയിൽ പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ അക്കാഡമി ട്രെയിൻ ചെയ്യുന്നത് IPS ഉദ്യോഗസ്ഥരെയാണ്. ഡിയിൽ പറയുന്നത് JNUക്ക് 89 അഫിലിയേറ്റഡ് കോളേജുകൾ ഉണ്ട് എന്ന് പറയുന്നു. ഇയിൽ പറയുന്നത് IIMC ന്യൂഡൽഹി ഇത് എന്താണ്, ഒരു മാനേജ്മെന്റ് കൗൺസിലിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, എയും ഡിയും മാറി മാറി വരുന്നുണ്ടല്ലോ. IIMC നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണല്ലോ. അതിന്റെ ഫുൾ ഫോം ആലോചിച്ച് നോക്കുക, എന്നിട്ട് ആൻസർ ചെയ്യാട്ടോ. മാനേജ്മെന്റ് കൗൺസിലിംഗ് ആണോ MCന്റെ ഫുൾ ഫോം?
ആരാണ് ആൻസർ പറയണേ? എന്റെ മുന്നേ തന്നെ ഇവിടെ ആൻസർ ചെയ്യണേ. ഇപ്പൊ എല്ലാരും ഏക്കാരായോ? ഓക്കെ, നമുക്ക് നോക്കിയാലോ. യെസ്, കറക്റ്റ് ആണ് കേട്ടോ. യൂണിവേഴ്സിറ്റി ബോംബെയും മദ്രാസ് തന്നെയാണ് കേട്ടോ. മേ ബി എന്തെങ്കിലും മിസ്റ്റേക്ക് ആവാം, നമ്മൾ നേരത്തെ പറഞ്ഞത് കേട്ടോ സാജിറ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. എ ആണ് കേട്ടോ ആൻസർ. എയിൽ ഏതൊക്കെ വരുന്നുണ്ട്? എയും സിയും വരുന്നുണ്ട്. ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, ആ ഒരു അഡ്മിനിസ്ട്രേഷൻ IAS ആയിട്ട് കണക്ട് ആവുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പം IAS ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ്. പിന്നെ ബി എന്തായാലും തെറ്റാണ് അല്ലെ. പോളിടെക്നിക് കോളേജിൽ നിന്നല്ല MBBS ഡിഗ്രി കിട്ടുക എന്നുള്ളത് നമുക്കറിയാം. MBBS മെഡിക്കൽ കോളേജുകളിൽ നിന്നാണ്, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകളിൽ നിന്നാണ് കിട്ടുക. പോളിടെക്നിക് പോളി കോഴ്സുകളാണ് നമുക്ക് എടുക്കാൻ പറ്റുക. പിന്നെ സിയിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? സർദാർ വല്ലഭായി പട്ടേൽ അക്കാഡമി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് പോലീസ് അക്കാഡമി ആണ്. അതുകൊണ്ട് തന്നെ IPS ട്രെയിനിങ് നടക്കുന്ന സ്ഥലാട്ടോ. അപ്പൊ എയും സിയും ആണ് കറക്റ്റ്. പിന്നെ JNUന്റെ കീഴില് 89 അഫിലിയേറ്റഡ് കോളേജുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. JNUന്റെ കീഴില് അഫിലിയേറ്റഡ് കോളേജുകൾ ഇല്ലാട്ടോ. JNU ഒറ്റ യൂണിവേഴ്സിറ്റി ആണ്. ഇനി IIMC, ഇതാണ് കുറച്ച് ആൾക്കാരെ തെറ്റിച്ചിട്ടുണ്ടായിരുന്നത്, ഡി പറഞ്ഞിട്ടുള്ളത്. IIMCന്റെ ഫുൾ ഫോം എന്താ? നേരത്തെ രശ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ, അല്ലാതെ മാനേജ്മെന്റ് കൗൺസിലിംഗ് അല്ല. ഓക്കെ, അപ്പോ ഡി പറഞ്ഞവർക്കൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ക്രോണോളജിക്കൽ ഓർഡറിലാക്കാനാണ്. ഇതില് യൂണിവേഴ്സിറ്റീസ് മാത്രമല്ല, നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റി, UGC, NCERT, യൂണിവേഴ്സിറ്റി ഓഫ് അലഹബാദ്, ഇഗ്നൗ. ഇതിനെ ക്രോണോളജിക്കൽ ഓർഡറിലാക്കുക. NCERTയും UGCയും ഇഗ്നൗവും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആപ്പിലായിരിക്കും കേട്ടോ അപ്ലോഡ് ചെയ്യാ. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. എല്ലാരും ഡി ആണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇയറുകൾ പറയൂ, ഒറ്റയടിക്ക് പറഞ്ഞാൽ മതി കേട്ടോ എല്ലാത്തിൻ്റെതും. ഫസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് അലഹബാദ്, പിന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി, പിന്നെ UGC, പിന്നെ NCERT, പിന്നെ ഇഗ്നൗ. ആരാ ഫസ്റ്റ് എല്ലാത്തിന്റെയും ഇയർ പറയാ നോക്കാം നമുക്ക്. 5 വേണം കേട്ടോ, 5 ശരിയായിട്ട് പറയണു, അല്ല കൂട്ടുള്ളൂ.
5 ആരും ഫുള്ള് പറയണില്ല. ഓക്കെ, നസീഹ പറഞ്ഞിട്ടുണ്ട് 1887 അലഹബാദ് യൂണിവേഴ്സിറ്റി, പിന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി 1922 പിന്നെ ബി ഏതാണ് UGC 1956 NCERT 1961 ഇഗ്നൗ 1985 ഓക്കെ, വെരി ഗുഡ് നസീഹ. ഒന്നുകൂടി പറയാമേ വർഷം? എന്താ ചോദിച്ചോ? വർഷം ഒന്നുകൂടി പറയോ? ഓക്കെ, അലഹബാദ് യൂണിവേഴ്സിറ്റി 1887 പിന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി 1922, UGC 1956, NCERT 1961, ഇഗ്നൗ 1985. കറക്റ്റ് ഓർഡറിലാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അതെ, നിപുണ്യ എഴുതിയിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻക്ക് പോവാം. ബനാറസ് സാൻസ്ക്രിത് കോളേജ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് ആരാണ്? ജൊനാഥൻ ഡങ്കൻ, പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ, ബിഷപ്പ് മിഡിൽട്ടൺ, സുരേന്ദ്രനാഥ് ബാനർജി. കുറെ ഏക്കാരുടെ ഇടയിൽ കുറച്ച് ബീക്കാരും ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. ജൊനാഥൻ ഡങ്കൺ ആണല്ലേ ബനാറസ് സാൻസ്ക്രിത് കോളേജ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. കുറച്ച് ആൾക്കാര്, വളരെ കുറച്ച് ആൾക്കാര് ബി പറഞ്ഞിട്ടുണ്ട്. പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ മിഷൻ സ്കീമാണ് കേട്ടോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, മാറിപ്പോവരുത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓപ്പൺ യൂണിവേഴ്സിറ്റികളാണ് തന്നിട്ടുള്ളത്. മദൻ മോഹൻ മാളവ്യ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചു. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി മദൻ മാളവ്യല്ലേ? യെസ് യെസ്, ഇത് സാൻസ്ക്രിത് യൂണിവേഴ്സിറ്റി ആണ് കേട്ടോ. അത് BHU, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. സാൻസ്ക്രിറ്റും ഹിന്ദും ഡിഫറെന്റ് ആയിട്ട് തന്നെ മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ, എല്ലാരും ആൻസർ ചെയ്തോ? ബി ഉണ്ട്, ഡി ഉണ്ട്. ഇതാണ് കേട്ടോ പ്രീവിയസ് സ്ലൈഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ നോക്കാനായോ? എല്ലാരും പറഞ്ഞോ? ലാസ്റ്റ് കാണിക്കാട്ടോ. ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ,
അപ്പോ ആൻസർ ഓപ്ഷൻ ബി ആണ് അല്ലെ. ഫസ്റ്റ് ഏത് യൂണിവേഴ്സിറ്റി ആണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്? നളന്ദ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ്. യെസ്, ചോയ്ക്കുന്ന അറിയണതിനെ കൊണ്ട് നേരത്തെ ഇട്ട ആൾക്കാരൊക്കെ ഉണ്ട്. നളന്ദ ഓപ്പൺ യൂണിവേഴ്സിറ്റി 1987 ആണ്. പിന്നെ പിന്നെ ഏതാണ്? യശ്വന്ത് റാവ് ചവാൻ ഓപ്പൺ യൂണിവേഴ്സിറ്റി 1989 ആണ്. ബോജ് ഓപ്പൺ യൂണിവേഴ്സിറ്റി 1992 ആണ്. പിന്നെ കർണാടക സ്റ്റേറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി 1996. നേതാജി സുഭാഷ് ഓപ്പൺ യൂണിവേഴ്സിറ്റി 1997. ആരാ ഫുള്ള് ശരിയായിട്ട് പറഞ്ഞിട്ടുള്ളത്? ഫസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ. ഞാൻ ചോദിക്കണതിന്റെ മുന്നേ എഴുതി റെഡിയാക്കിയതില്ലേ? 87, 89, 92, 96, 97. ആരാണ്? ശരണ്യാണ് കേട്ടോ ഫസ്റ്റ് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. വെരി ഗുഡ് ശരണ്യ. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1920-നും 1930-നും ഇടയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഈ യൂണിവേഴ്സിറ്റികളിൽ പ്യൂർലി അഫിലിയേറ്റിംഗ് യൂണിവേഴ്സിറ്റി ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഏതായിരുന്നു? ഇതില് ചെറിയ ഒരു മിസ്റ്റേക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഏതായാലും നമുക്ക് നോക്കാം. നിങ്ങൾ ആൻസർ പറയും. പ്യൂർലി അഫിലിയേറ്റിംഗ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാലേ, അപ്പൊ സാധാരണ എന്ന് പറഞ്ഞാല് ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാവും. ആ യൂണിവേഴ്സിറ്റിക്ക് ഒരു ലൈക്ക് ഓഫ് ക്യാമ്പസ് ഉണ്ടാവും. പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ, അതിന്റെ അണ്ടറിൽ കുറെ അഫിലിയേറ്റിംഗ് കോളേജുകളും അല്ലേ ഉള്ളത്. പക്ഷെ പ്യൂർലി അഫിലിയേറ്റിംഗ് എന്ന് പറഞ്ഞാല് ഈ യൂണിവേഴ്സിറ്റിക്ക് അവര് ലൈക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇപ്പൊ അവിടെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, അങ്ങനത്തെ പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാവില്ല. അതിന്റെ അണ്ടറിൽ എന്തായിരിക്കും? അഫിലിയേറ്റിംഗ് കോളേജുകൾ ഉണ്ടാവും ചെയ്യും. അങ്ങനത്തേനാണ് പ്യൂർലി അഫിലിയേറ്റിംഗ് യൂണിവേഴ്സിറ്റി എന്ന് പറയാം. ഇപ്പോ ഇതിലുള്ള ആൻസറിലുള്ള യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്ത സമയത്ത് ഒരു പ്യൂർലി അഫിലിയേറ്റിംഗ് യൂണിവേഴ്സിറ്റി ആയിരുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അതിനെ ഇപ്പോ സാധാ യൂണിവേഴ്സിറ്റി പോലെ യൂണിവേഴ്സിറ്റി ഉണ്ട്, അതേപോലെ അഫിലിയേറ്റിംഗ് കോളേജസ് ഉണ്ട്, അങ്ങനെ ആക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇത് നമുക്ക് പെട്ടെന്ന് ആൻസർ പറയാം കേട്ടോ, കാരണം ചെറിയൊരു ലൈക്ക് പട്ന യൂണിവേഴ്സിറ്റി ആണ് പ്യൂർലി അഫിലിയേറ്റിംഗ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി. പക്ഷെ നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എന്താണ്? 1920-നും 1930-നും ഇടയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ പട്ന യൂണിവേഴ്സിറ്റി 1917 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോ അങ്ങനെ ഒരു എന്താ സംഭവം ഉണ്ട്. ഓക്കെ, നാഗ്പൂർ യൂണിവേഴ്സിറ്റി പ്യൂർലി അഫിലിയേറ്റിംഗ് അല്ലായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ പട്ന യൂണിവേഴ്സിറ്റി ആണ് പ്യൂർലി അഫിലിയേറ്റിംഗ് ആയിരുന്ന യൂണിവേഴ്സിറ്റി ആയിരുന്നു എന്നുള്ളത് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ നേരത്തെ ചോദിച്ച അതേ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഇവിടെ ഓപ്ഷൻസ് മാറ്റിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ആൻസർ ചെയ്യാം.
ഇത് ഡിഫറെന്റ് ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആവും കേട്ടോ. ക്വസ്റ്റ്യൻ സെയിം ആണ്, ഓപ്ഷൻസ് മാത്രം മാറ്റിയിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം അല്ലെ. ഓപ്ഷൻ ബി ആണല്ലേ കറക്റ്റ്. കൽക്കട്ട, ബോംബെ ആൻഡ് മദ്രാസ് യൂണിവേഴ്സിറ്റീസ് ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ള യൂണിവേഴ്സിറ്റികളുടെ ക്രോണോളജിക്കൽ ഓർഡർ പറയാം. ഓർഡർ ആക്കുക, എന്നിട്ട് ആൻസർ പറയാട്ടോ. ഇനി ആൻസർ ടൈപ്പ് ചെയ്ത് ഞാൻ ചോദിക്കുമ്പോത്തിന് ഇയറുകളും പറയാൻ ടൈപ്പ് ചെയ്ത് റെഡി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ബി ഉണ്ട്, ഡി ഉണ്ട്, എ ഉണ്ട്, ഓക്കെ. നമുക്ക് ആൻസർ നോക്കാം. ഡി ആണ് കേട്ടോ ആൻസർ. ഇനി ഇയറുകൾ പറഞ്ഞോളൂ, റെഡി ആക്കിയവരൊക്കെ പറഞ്ഞോളൂ. ഉസ്മാനിയ യൂണിവേഴ്സിറ്റി, പട്ന യൂണിവേഴ്സിറ്റി, ലക്നൗ യൂണിവേഴ്സിറ്റി, അണ്ണാമലൈ യൂണിവേഴ്സിറ്റി, റംഗൂൺ യൂണിവേഴ്സിറ്റി. 5ഉം പറയണം കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കിയാലോ ആരുടെ കറക്റ്റ് എന്ന്. ലക്നൗ യൂണിവേഴ്സിറ്റി 1970, പിന്നെ ഉസ്മാനിയ യൂണിവേഴ്സിറ്റി 1980. ലക്നൌവും ഉസ്മാനിയും തൊട്ടടുത്ത വർഷങ്ങളാണ് എന്നുള്ളത് ഓർത്ത് വെക്കാം കേട്ടോ. പിന്നെ റംഗൂൺ യൂണിവേഴ്സിറ്റി 1920, അണ്ണാമലൈ ലക്നൗ യൂണിവേഴ്സിറ്റി 1921, അണ്ണാമലൈ 1929. ആരാണ് കറക്റ്റ് ഫസ്റ്റ് പറഞ്ഞത് നോക്കാം. 17, 18, 20, 21, 29. ഷിഫാനയാണ് കേട്ടോ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. വെരി ഗുഡ് ഷിഫാന. ഓക്കെ, അപ്പോ ഇന്ന് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഇനിയും കുറച്ച് അധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്, പിന്നെ എന്തായാലും നമ്മൾ നോക്കിയാൽ തീരൂല. അതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. അപ്പോക്കിന് എല്ലാവരും യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഒന്ന് ഇയറുകളൊക്കെ ഒന്ന് നോക്കി സെറ്റ് ആക്കിയിട്ട് വരാം. ഓക്കെ, ക്ലാസ് ഒക്കെ ഓക്കെ ആണല്ലോ അല്ലെ? ആ, സ്ലൈഡുകള് കാണിക്കാട്ടോ. ഫസ്റ്റ് സ്ലൈഡ് യൂണിവേഴ്സിറ്റി UGCന്റെ ചെയർപേഴ്സൺസ് അല്ലായിരുന്നോ? കുറച്ചധികം ബാക്കിലോട്ട് പോകണം. ഇതാണ് കേട്ടോ ഇന്നത്തെ ഫസ്റ്റ് സ്ലൈഡ്. സെക്കൻഡ്, പിന്നെ ഇന്നത്തെ ബാക്കി സ്ലൈഡുകൾ വേണ്ടോല് സ്ക്രീൻഷോട്ട് എടുക്കാം കേട്ടോ. നമ്മൾ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യും കേട്ടോ നിങ്ങൾക്ക്. ഓക്കെ,
അപ്പൊ ഓക്കെ അല്ലേ? നമുക്ക് വൈൻഡപ്പ് ചെയ്യാലോ അല്ലേ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും താങ്ക് യു, ഗുഡ് നൈറ്റ്.